സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. കേരളത്തിൽ പല ജില്ലകളിലും ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. ഈ മാസം 30-ാം തീയതി വരെ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വെരി ഗുഡ് മോർണിംഗ്. ഇത്തവണ കാലാവസ്ഥാ പ്രവചനമൊക്കെ വരുമ്പോൾ അസാധാരണമായ ഒരു സാഹചര്യമാണുള്ളത്. അതായത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് പറയുന്നു. ഒപ്പം ഇന്നലെ വന്ന ഒരു കണക്ക് കൂടി പറയാം. ദീർഘകാല ശരാശരിയുടെ 108%, അതായത് ഈ മുൻകാലങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ശക്തമായ മഴ ഇത്തവണ ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. അത് ഈ കാലവർഷത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കണക്കാണ് പറയുന്നത്. നേരത്തെ സാധാരണയേക്കാൾ 8 ദിവസം മുന്നേ കാലവർഷം കേരള തീരം തൊടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത എല്ലാ ജില്ലകളിലും വേണമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. ഒപ്പം 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുവെ ഇന്ന് തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ് 3-4 ദിവസത്തിന് ശേഷം ഇന്നാണ് മഴയില്ലാത്തൊരു പുലർക്കാലം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ കനക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. തീരദേശത്ത് അതീവ ജാഗ്രതയാണുള്ളത്. കള്ളക്കടൽ പ്രതിഭാസം അടുത്ത 3 ദിവസം ഉണ്ടാകാനുള്ള സാധ്യത കൂടി പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കടലിലേക്ക് പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികളെ അടക്കം തൽക്കാലം അവിടെ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്.